ഹായ്, നമസ്കാരം. ശ്രീ സായി സച്ചരിതം അധ്യായം 22. പാമ്പുകടിയിൽ നിന്നും രക്ഷിക്കൽ. 1. ബാലാസാഹേബ് മിരിക്കാർ. 2. ബാപ്പു സാഹേബ് ബ്രൂട്ടി. 3. അമീർ ഷക്കാർ. 4. ഹേമത് പന്ത്. പാമ്പുകളെ കൊല്ലുന്നതിനെപ്പറ്റി ബാബയുടെ അഭിപ്രായം. മുഖവുര. എപ്രകാരമാണ് ബാബയെ ധ്യാനിക്കേണ്ടത്? ആർക്കും ഭഗവാന്റെ സ്വഭാവമോ ആകൃതിയോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വേദങ്ങൾക്കും 1000 നാവുള്ള അനന്തനും അത് പൂർണ്ണമായും വിവരിക്കാനാവുന്നതല്ല. പക്ഷേ ഭക്തന്മാർക്ക് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് നോക്കിയാൽ മതി. അത് ആനന്ദമാർഗമാണ്. ആ പാദങ്ങളെ ധ്യാനിക്കയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ലക്ഷ്യത്തിലെത്താൻ അവർക്കറിയില്ല. ഹേമത് പന്ത് ധ്യാനത്തിന് ഒരു സുഗമ മാർഗം പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. കറുത്ത പക്ഷം മുന്നോട്ടു പോകുന്തോറും ചന്ദ്രൻ ക്ഷയിച്ചു വന്ന് വാവു ദിവസം തീരെ കാണാതാവുന്നു. പിന്നെ വെളുത്ത പക്ഷം തുടങ്ങുമ്പോൾ എല്ലാവർക്കും ചന്ദ്രദർശനത്തിന് വലിയ ആഗ്രഹമാണ്. 1-ാം ദിവസം ചന്ദ്രനെ കാണുകയേ ഇല്ല. 2-ാം ദിവസവും ശരിക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾ ഒരു മരത്തിൽ ഒരു കൊമ്പിന്റെ ശിഖരത്തിൽ കൂടെ ശ്രദ്ധാപൂർവം നോക്കുമ്പോൾ ദൂരത്ത് അതിസൂക്ഷ്മമായി നിൽക്കുന്ന ചന്ദ്രക്കല ദൃഷ്ടിയിൽപ്പെടുന്നു. ഇപ്രകാരം തന്നെ നമുക്ക് ബാബയുടെ വെളിച്ചം കാണുവാൻ ശ്രമിക്കുക. ബാബയുടെ ഇരിപ്പ് നോക്കുക. എത്ര നന്നായിരിക്കുന്നു! അദ്ദേഹം കാലുമടക്കി വലങ്കാൽ മുട്ടിന് താഴ്ഭാഗം ഇടതു കാൽമുട്ടിന്മേൽ കയറ്റി വെച്ചിരിക്കുന്നു. ഇടതു കൈയിന്റെ വിരലുകൾ വലം കാലിന്റെ പാദത്തിൽ പരത്തി വെച്ചിരിക്കുന്നു. വലത്തെ കാലിന്റെ തള്ളവിരൽ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും നടുക്കാണ്. ഇതിൽ നിന്നും നേരത്തെ പറഞ്ഞ കവർച്ചം പോലെ ഈ 2 വിരലുകളുടെ കവർച്ചത്തിലുള്ള തള്ളവിരലിനെ ധ്യാനിക്കുക. എപ്രകാരം ഭക്തൻ വിനീതനായും സ്നേഹത്തോടു കൂടിയും ധ്യാനിക്കുന്നുവോ അപ്രകാരം തന്നെ ബാബയുടെ വെളിച്ചം അയാൾക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ബാബയുടെ ജീവിതത്തിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. ബാബയുടെ ആവിർഭാവം കൊണ്ട് ഷിർദി ഒരു തീർത്ഥാടന കേന്ദ്രമായി. നാനാഭാഗത്തു നിന്നും ജനങ്ങൾ അവിടെ എത്തി. ധനികനും ദരിദ്രനും എല്ലാം നാനാപ്രകാരം നേട്ടങ്ങൾ സിദ്ധിച്ചു. ആർക്കാണ് ബാബയുടെ സീമാതീതമായ പ്രേമത്തെയും വിസ്മയാവഹമായ ജ്ഞാനത്തെയും സർവന്തര്യാമിത്വത്തെയും അറിയാൻ കഴിയുക? ഇതിലേതെങ്കിലും അനുഭവത്തിൽ കിട്ടിയവർ അനുഗ്രഹീതരാണ്. ചിലപ്പോൾ ബാബ ദീർഘനേരം മൗനത്തിലിരിക്കുന്നു. ഇതു ബ്രഹ്മനുമായി സമ്പർക്കം പുലർത്തുന്നതാണ്. മറ്റു സമയം ഭക്തന്മാരാൽ ചുറ്റപ്പെട്ട് പരമാത്മജ്ഞാനവും ആനന്ദവും മൂർത്തീകരിച്ച പോലെ കാണും. ചിലപ്പോൾ കഥകൾ പറയും, ചിലപ്പോൾ കളിതമാശകൾ പറയും, ചിലപ്പോൾ പറയുന്നത് വ്യക്തമാവും, ചിലപ്പോൾ കോപിഷ്ഠനാവും, ചിലപ്പോൾ വളരെ ചുരുക്കം ഉപദേശം നൽകും, മറ്റു ചിലപ്പോൾ വിസ്തരിച്ചു പറയും, പലപ്പോഴും വളരെ വ്യക്തമായി പറയും. ഇത്തരത്തിൽ വ്യത്യസ്ത സ്വഭാവത്തിൽ പലർക്കും അദ്ദേഹം ഉപദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ആ ജീവിത രീതി മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരുന്നു. ആ മുഖം കാണുക, അദ്ദേഹത്തോട് സംസാരിക്കുക, ലീലകൾ കേൾക്കുക മുതലായ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിലും നാം സന്തുഷ്ടിയിൽ ലയിക്കുന്നു. മഹാസമാധി കഴിഞ്ഞതിനാൽ മഴവെള്ളം അളക്കാം, കാറ്റിനെ പിടിച്ച് സഞ്ചിയിലാക്കാം, എന്നാലും ആ ലീലകളെ അളക്കാനാവില്ല. ഇനി നമുക്ക് എപ്രകാരം ഭക്തന്മാരുടെ അപകടം മനസ്സിലാക്കി അവരെ ബാബ അവയിൽ നിന്നും രക്ഷിച്ചു എന്ന് നോക്കാം. ബാലാസാഹേബ് മിരിക്കാർ. സർദാർ കാക്ക സാഹേബ് മിരിക്കാറുടെ മകൻ ബാലാസാഹേബ് മിരിക്കാർ കോപ്പർഗാവോണിലെ മംലത്ദാർ അസിസ്റ്റന്റ് കലക്ടർ ആയിരുന്നു. അയാൾ ചിതലിക്ക് ടൂർ പോകുകയായിരുന്നു. വഴിക്ക് ബാബയെ കാണാൻ ഷിർദിയിൽ വന്നു. അയാൾ വന്ന് ബാബയെ നമസ്കരിച്ച് ആരോഗ്യത്തെപ്പറ്റിയും മറ്റുള്ള കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞപ്പോൾ ബാബ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി. നിനക്ക് നമ്മുടെ ദ്വാരകാമായിയെ അറിയാമോ? ബാലാസാഹേബ് കാര്യം മനസ്സിലാകാത്തതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. നീ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദ്വാരകാമായി. അവൾ മക്കളുടെ എല്ലാ അപകടവും പരിഭ്രമവും അവളുടെ മടിയിൽ ഇരിക്കുന്നതോടുകൂടി ഇല്ലാതാക്കുന്നു. ഈ മസ്ജിദിനോട് വളരെ കരുണയുണ്ട്.
അവൾ ശുദ്ധരായ ഭക്തന്മാരുടെ മാതാവാണ്. അവരെ അവൾ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഒരിക്കൽ ഒരാൾ അവളുടെ മടിയിലിരുന്നാൽ അയാളുടെ എല്ലാ അപകടങ്ങളും തീർന്നു. അവളുടെ തണലിൽ ഇരിക്കുന്നവർക്ക് ആനന്ദം കൈവരുന്നു എന്ന് തുടർന്നു പറഞ്ഞു. പിന്നീട് ബാബ ഉതി കൊടുത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ചോദിച്ചു, നിനക്ക് ലംബാ ബാവയെ, നീണ്ട വിദ്വാനെ, അതായത് പാമ്പിനെ അറിയാമോ? പിന്നെ ബാബ കൈമുട്ട് മറ്റേ ഉള്ളംകൈയിൽ വെച്ച് പാമ്പ് പടം പിടിച്ച പോലെ കൈകൊണ്ട് കാണിച്ച് പറഞ്ഞു, അവൻ ഭയങ്കരനാണ്. പക്ഷേ ദ്വാരകാമായിയുടെ മക്കളോട് അവൻ എന്തു കഴിയും? ദ്വാരകാമായി രക്ഷിക്കുമ്പോൾ പാമ്പിനെന്തു കഴിയും? അവിടെ കൂടിയവർക്കെല്ലാം മെരിക്കാരോട് പറഞ്ഞതിൻ്റെ കാര്യമെന്തെന്ന് അറിയണമെന്നുണ്ടായിരുന്നെങ്കിലും ബാബയോട് ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല. പിന്നെ ബാലാസാഹേബ് ബാബയെ നമസ്കരിച്ച് ശ്യാമയോടുകൂടെ മസ്ജിദിൽ നിന്നും പുറത്തു വന്നു. ബാബ ശ്യാമയെ വിളിച്ച് മിരിക്കാരോട് കൂടി ചിതലിക്ക് പോകാൻ പറഞ്ഞു. ശ്യാമ വന്ന് മിരിക്കാരോട് ബാബ നിർദ്ദേശിച്ച പോലെ കൂടെ വരാമെന്ന് പറഞ്ഞു. അയാൾ അസൗകര്യം ആലോചിച്ച് ശ്യാമ വരേണ്ടെന്നു പറഞ്ഞു. ശ്യാമ മടങ്ങി വന്ന് ബാബയോട് ബാലാസാഹേബ് പറഞ്ഞ വിവരം പറഞ്ഞു. ബാബ പറഞ്ഞു, ശരി, പോകണ്ട. നാം നല്ലത് വിചാരിച്ച് നല്ലതു ചെയ്യുന്നു. സംഭവിക്കാനുള്ളത് സംഭവിക്കും. അപ്പോഴേക്കും ബാലാസാഹേബ് വീണ്ടും ആലോചിച്ച് ശ്യാമയോട് കൂടെ പോരാൻ പറഞ്ഞു. ശ്യാമ ബാബയുടെ അനുമതി വാങ്ങി ഡോങ്കയിൽ അയാളോട് കൂടി പുറപ്പെട്ടു. അവർ രാത്രി 9 മണിക്ക് ചിതലിയിലെത്തി. മാരുതി ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്തു. ഓഫീസിലുള്ളവർ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവർ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ബാലാസാഹേബ് ഒരു പായിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അയാളുടെ മേൽമുണ്ട് അരക്കി ചുറ്റിയിരുന്നതിൻ്റെ ഒരറ്റത്ത് പാമ്പ് കയറിക്കൂടിയിരുന്നു. അത് നീങ്ങുമ്പോൾ ഒരു തരം ഒച്ച ശിപായി കേട്ടു. അയാൾ റാന്തലെടുത്തു നോക്കി. പാമ്പിനെ കണ്ടുപിടിച്ചു. പാമ്പ് പാമ്പ് എന്ന് വിളിച്ചു പറഞ്ഞു. ശ്യാമയും അന്തം വിട്ടു. ബാബാ സാഹേബ് പേടിച്ചു വിറച്ചു. ശ്യാമയും മറ്റുമെല്ലാം അവിടുന്ന് നീങ്ങിപ്പോയി വടിയും മറ്റുമായി വന്നു. പാമ്പ് അരക്കെട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങി ബാലാസാഹേബിനെ വിട്ടുമാറിയിരുന്നു. അതിനെ ഉടനെ തല്ലിക്കൊന്നു. അങ്ങനെ ബാബ മുന്നറിയിപ്പ് നൽകിയ അപകടത്തിൽ നിന്ന് ബാലാസാഹേബ് രക്ഷപ്പെട്ട് ബാബയെ നന്ദിപൂർവ്വം സ്മരിച്ചു. ബാപ്പു സാഹേബ് ബ്രൂട്ടി. ബാപ്പു സാഹേബ് ബ്രൂട്ടിയോട് ഷിർദിയിൽ വെച്ച് നാനാ സാഹേബ് ഡെൻഗാളെ എന്ന പ്രശസ്തനായ ജ്യോത്സ്യൻ, ഇന്ന് നിങ്ങൾക്ക് ചീത്ത ദിവസമാണ്, ജീവന് അപകടമുണ്ട് എന്ന് പറഞ്ഞു. ഇതു കേട്ട് ബാബു സാഹേബ് പരിഭ്രമിച്ചു. അവർ സാധാരണ പോലെ മസ്ജിദിൽ വന്നപ്പോൾ ബാബ ചോദിച്ചു, എന്താണ് ഈ നാന പറഞ്ഞത്? അയാൾ നിങ്ങൾക്ക് മരണം പ്രവചിച്ചുവോ? ശരി, നീ ഭയപ്പെടേണ്ട. അയാളോട് ധൈര്യസമേതം പറയൂ, നമുക്ക് നോക്കാം മരണം എങ്ങനെ കൊല്ലുന്നു എന്ന്. അന്ന് വൈകുന്നേരം ബാപ്പു സാഹേബ് മലവിസർജനത്തിന് പോയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. വേലക്കാരൻ കല്ലെറിഞ്ഞത് കൊണ്ടില്ല. വടിയും കൊണ്ട് വന്നപ്പോഴേക്കും പാമ്പ് രക്ഷപ്പെട്ടു. ബാബയുടെ അനുഗ്രഹം ബാപ്പു സാഹേബ് നന്ദിപൂർവ്വം സ്മരിച്ചു. അമീർ ഷക്കാർ. കോപ്പർഗാവോൺ താലൂക്കിലെ കൊരളി ഗ്രാമക്കാരനായിരുന്നു അമീർ ഷക്കാർ. മുസ്ലിം. അയാൾ അറവുകാരുടെ വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. അയാൾ ബാന്ദ്രയിൽ ഒരു കമ്മീഷൻ ഏജന്റായി പണിയെടുത്ത് അവിടെ പ്രശസ്തനായി തീർന്നു. ഒരിക്കൽ രക്തവാതം പിടിപെട്ട് അയാൾ വല്ലാതെ വേദന അനുഭവിച്ചു. അങ്ങനെ ദൈവചിന്ത വന്ന് ജോലി വിട്ട് ഷിർദിയിൽ വന്ന് ബാബയോട് കരുണ കാണിക്കാൻ അപേക്ഷിച്ചു. ബാബ അയാളെ ചാവടിയിൽ താമസിപ്പിച്ചു. അന്ന് ചാവടി നിൽക്കുന്ന സ്ഥലം ചതുപ്പു നിലമായിരുന്നു. അത്തരം രോഗികൾക്ക് തീരെ യോജിക്കാത്തതുമായിരുന്നു. മറ്റേത് സ്ഥലവും കൊരളി തന്നെയും കൂടുതൽ ആരോഗ്യപരമായിരുന്നെങ്കിലും ബാബയുടെ കൽപ്പനയാണല്ലോ മരുന്ന്. ബാബ അയാളെ മസ്ജിദിൽ വരാൻ സമ്മതിച്ചില്ലെങ്കിലും ചാവടിയിലായതുകൊണ്ട് ബാബ അതിലെ രാവിലെയും വൈകുന്നേരവും പോകുമ്പോഴും ഒന്നിടവിട്ടു രാത്രി അവിടെ ഉറങ്ങുമ്പോഴും നല്ല പോലെ ദർശനം ചെയ്യാമായിരുന്നു. അമീർ അവിടെ 9 മാസം താമസിച്ചു. പിന്നെ അയാൾക്ക് മടുപ്പ് തോന്നി. അങ്ങനെ ഒരു രാത്രി അവിടെ നിന്ന് ഒളിച്ചു പോന്ന് കോപ്പർഗാവോണിലെത്തി ഒരു ധർമ്മശാലയിൽ താമസിച്ചു. അവിടെ മരിക്കാറായ ഒരു ഫക്കീർ അയാളോട് വെള്ളം ചോദിച്ചു. അമീർ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചതോടുകൂടി ഫക്കീർ അന്ത്യശ്വാസം വലിച്ചു. അപ്പോൾ അയാൾക്ക് ഭയമായി. ഷിർദിയിൽ നിന്ന് ബാബയുടെ സമ്മതം കൂടാതെ വന്നതിൽ പാശ്ചാത്തപിച്ച് ബാബയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ബാബയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഷിർദിയിലേക്ക് ഓടി. പുലർച്ചയ്ക്ക് മുമ്പായി ഷിർദിയിലെത്തി. പിന്നെ ഷിർദിയിൽ തന്നെ കുറച്ചുകൂടി താമസിച്ചപ്പോൾ മുഴുവൻ സുഖക്കേടും മാറി. ഒരു രാത്രി ബാബ വിളിച്ചു പറഞ്ഞു, ഓ അബ്ദുൾ, എന്തോ ഒരു ഭയങ്കര സാധനം എൻ്റെ വിരിപ്പിൽ ചാടിയിരിക്കുന്നു എന്ന്.
അബ്ദുൾ റാന്തലുമായി വന്ന് ബാബയുടെ വിരിപ്പ് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ബാബ എല്ലായിടത്തും നോക്കാൻ പറഞ്ഞ് സത്ക കൊണ്ട് നിലത്തടിച്ചു. ഇതു കണ്ട് വല്ല പാമ്പും വന്നിട്ടുണ്ടാവുമെന്ന് അമീർ സംശയിച്ചു. ബാബയോടടുത്ത് പെരുമാറിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും പെരുമാറ്റത്തിന്റെയും അർത്ഥം അമീറിന് അറിയാമായിരുന്നു. ബാബ അപ്പോൾ അമീറിന്റെ തലയിണക്കരികിൽ ഒരു ഇളക്കം കണ്ടു. വിളക്ക് കൊണ്ടുവന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു സർപ്പം ഫണം വിടർത്തി ആടുന്നു. ഉടനെ അതിനെ തല്ലിക്കൊന്നു. അങ്ങനെ ബാബ അമീറിനെ രക്ഷിച്ചു. ഹേമന്ത് പന്ത്, തേളും പാമ്പും. 1. ബാബയുടെ നിർദ്ദേശപ്രകാരം കാക്കാ സാഹേബ് ദീക്ഷിത് ദിവസവും ഏകനാഥിന്റെ ഭാഗവതവും ഭാവാർത്ഥ രാമായണവും വായിക്കും. ഹേമന്ത് പന്ത് അത് കേട്ടിരിക്കലും പതിവാണ്. ഒരിക്കൽ ഹനുമാൻ രാമന്റെ മഹാത്മ്യത്തെ പരീക്ഷിച്ച ഭാഗം വായിച്ചപ്പോൾ എല്ലാവരും വിസ്മയപ്പെട്ടുപോയി. എവിടെ നിന്നെന്നറിഞ്ഞില്ല ഒരു വലിയ തേൾ വന്നു ചാടി ഹേമന്ത് പന്തിന്റെ വലത്തെ ചുമലിൽ വേഷ്ടിക്കുമേൽ കയറിയിരുന്നു. ആദ്യം കണ്ടില്ലെങ്കിലും ഭഗവത് കഥ കേൾക്കുന്നവരെ അദ്ദേഹം രക്ഷിക്കുമല്ലോ. അങ്ങനെ അയാൾ തേളിനെ കണ്ടു. അവിടെ നിശബ്ദമാണ്. ആരും ഇളകിയില്ല. ഹേമന്ത് പന്ത് മെല്ലെ വേഷ്ടിയുടെ 2 തല പൊക്കി തേളിനെ അതിൽ കുടുക്കി കൂട്ടിപ്പിടിച്ചു. പിന്നെ പുറത്തു പോയി തോട്ടത്തിലേക്ക് എറിഞ്ഞു. 2. ഒരിക്കൽ കുറച്ചുപേർ ദീക്ഷിത് വാടയുടെ മുകളിൽ സന്ധ്യയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഒരു പാമ്പ് ജനൽക്കൽ വന്ന് ഫണം വിരുത്തി ചുരുണ്ടിരുന്നു. വിളക്ക് കൊണ്ടുവന്നിട്ടും പാമ്പ് അല്പം പരിഭ്രമിച്ചെങ്കിലും തലയാട്ടി അവിടെ തന്നെ ഇരുന്നു. പലരും വടിയുമായി വന്നെങ്കിലും അവിടെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആൾക്കാരുടെ ഒച്ച കേട്ട് പാമ്പ് വന്ന വഴിയെ രക്ഷപ്പെട്ടു. എല്ലാവർക്കും സമാധാനമായി. ബാബയുടെ അഭിപ്രായം. മുക്താറാം എന്ന ഭക്തൻ ആ സാധുജീവി രക്ഷപ്പെട്ടത് നന്നായെന്നു പറഞ്ഞു. ഹേമന്ത് പന്ത് അതിനെ എതിർക്കുകയും പാമ്പിനെ തല്ലിക്കൊല്ലണമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ചൂടുപിടിച്ച വാഗ്വാദം നടന്നു. രാത്രി ഒരു തീരുമാനത്തിലെത്താതെ വാദം അവസാനിച്ചു. പിറ്റേന്ന് ബാബയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തമായ തീർപ്പ് ഇപ്രകാരമായിരുന്നു: ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. അവ പാമ്പായാലും തേളായാലും വ്യത്യാസമില്ല. അദ്ദേഹം ലോക നിയന്താവാണ്. എല്ലാ ജീവജാലങ്ങളും പാമ്പും തേളുമടക്കം ആ കൽപ്പന അനുസരിക്കുന്നു. ഭഗവാൻ കൽപ്പിക്കാതെ ആർക്കും ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ ഭഗവാനെ ആശ്രയിക്കുന്നു. ആരും സ്വതന്ത്രരല്ല. അതുകൊണ്ട് നാം അവയിൽ സഹതപിച്ച് അവയെ സ്നേഹിക്കണം. തല്ലലും കൊല്ലലും ശരിയല്ല. ഭഗവാൻ എല്ലാവരുടെയും രക്ഷിതാവാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.